ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കേരളത്തിൽ നന്നായി വളരുന്ന ലോങ്ങൻ ചെടികളെ പരിചയപ്പെടാം. ഇത് ഞാൻ 3 വർഷം മുമ്പ് നട്ട 4 സീസൺ ലോങ്ങനാണ്. ഇത് ഞാൻ 120 ലിറ്റർ ഡ്രമ്മിലാണ് നട്ടത്. എല്ലാ സീസണിലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അതായത് നല്ല മഴക്കാലം കഴിഞ്ഞാൽ ഇത് പൂത്തും കായ്ച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു ലോങ്ങൻ ഫ്രൂട്ടാണ് ഇതുള്ളത്. ഇത് ആക്ച്വലി ചൈനീസ് ഒറിജിനാണ്. പക്ഷെ എല്ലാ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും ഇത് നന്നായി വളരുകയും നല്ല കായ്ഫലം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ലോങ്ങൻ ഫ്രൂട്ട് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയാണ്. ഇതിൻ്റെ ഫ്ലഷ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ജ്യൂസിയാണ്. ഫ്ലഷ് ഉണ്ട്. സീഡ് ചെറുതാണ്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് 4 സീസൺ ലോങ്ങൻ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈവൻ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും വളരെ ബുഷായിട്ട് വളർത്താവുന്ന ഒരു നല്ല ഇനം ലോങ്ങനാണ് 4 സീസൺ ലോങ്ങൻ. ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. വർഷത്തിൽ 4 തവണ, അതായത് മെയ്, ഓഗസ്റ്റ്, നവംബർ, ഫെബ്രുവരി, ഈ 4 മാസങ്ങളിൽ 2 കിലോ ചാണകപ്പൊടിയും 1 കിലോ പിണ്ണാക്കുകളുടെ കൂട്ട്, അതായത് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ ബോൺ മീല് തുടങ്ങിയ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു വളവും കൊടുക്കാറില്ല. പിന്നീടുള്ള 6 മാസം NPK 19 25 ഗ്രാം വെച്ചിട്ട് ഇട്ട് കൊടുക്കും. അതുകൂടാതെ വർഷത്തിൽ 4 തവണ 25 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസും ഒരു 25 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൊടുക്കാറുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നനയ്ക്കേണ്ട ഒരു ചെടിയാണ് ലോങ്ങൻ. വർഷത്തിൽ 2 തവണ പച്ചക്കക്കപ്പൊടി 50 ഗ്രാം വെച്ച് കൊടുക്കാറുണ്ട്. ഡയമണ്ട് റിവർ ലോങ്ങിനെ പരിചയപ്പെടാം. ഇത് ഞാൻ 120 ലിറ്റർ ഡ്രമ്മിൽ 4 വർഷം മുമ്പ് നട്ട ഡയമണ്ട് റിവർ ലോങ്ങനാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ലോങ്ങൻ ഇനമാണിത്. കമേഴ്ഷ്യലായിട്ട് കേരളത്തിൽ വളർത്താൻ പറ്റിയ ഒരു മികച്ച ഇനം പ്ലാന്റാണ് ഡയമണ്ട് റിവർ ലോങ്ങൻ. ഇപ്പോൾ ഇത് വർഷത്തിൽ 2 തവണ കായ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഫുള്ള് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ തളിരിലകൾ വരികയാണ് കാണുന്നത്. അതുകൂടാതെ ചില ശിഖരങ്ങളിൽ പൂക്കൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നന്നായിട്ട് കായ്ക്കുന്ന ഈ ഡയമണ്ട് റിവർ നിങ്ങളുടെ കളക്ഷനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് റൂബി റെഡ് ലോങ്ങിനെ പരിചയപ്പെടാം. ഇതിപ്പോൾ ഒരു ഫ്രൂട്ട് കായ്ച്ചു വെപ്പുണ്ട്. പുതിയ ഫ്ലവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർണമെൻ്റലായിട്ട് വളർത്താൻ പറ്റിയ ഒരു നല്ല ഇനം ചെടിയാണ് റൂബി റെഡ് ലോങ്ങൻ. ചില കായകൾക്ക് സീഡ് വളരെ കൂടുതലാണ്. എന്നാലും കമേഴ്ഷ്യലായി വളർത്താൻ പറ്റിയ ഒരു ഇനമായിട്ട് ഇത് കരുതുന്നില്ല. വീട്ടുമുറ്റത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയോടെ നിൽക്കുന്ന ഒരു മികച്ച ഇനമാണ് റൂബി റെഡ് ലോങ്ങൻ. ചെടികൾക്ക് പൊതുവായിട്ട് അധികം രോഗങ്ങൾ വന്ന് കാണാറില്ല. ഇത്തവണ എനിക്ക് വെള്ളീച്ചയുടെയും മീലിമൂട്ടയുടെയും ഉപദ്രവം ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
കഴിഞ്ഞ എപ്പിസോഡുകളിൽ വെള്ളീച്ചയെയും നീലിമൂട്ടയെയും എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. നമ്മൾ വിവിധ ഇനം ലോങ്ങനുകളെയാണ് പരിചയപ്പെട്ടത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്ന ലോങ്ങൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കളക്ഷൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.